രാഹുൽ മാങ്കൂട്ടത്തിലെ എന്ന യുവ നേതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീങ്ങുമ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയത് കോൺഗ്രസിന്റെ പ്രതികരണത്തിലേക്കായിരുന്നു. അവിടെയാണ് കെ മുരളീധരൻ എന്ന കരുത്തനായ നേതാവ് തന്റെ ബ്രഹ്മാസ്ത്രം പുറത്തെടുത്തത്. മാധ്യമപട ചോദ്യങ്ങളുമായി വളഞ്ഞപ്പോൾ മുരളീധരൻ ഒട്ടും പതറാതെ മറുപടി നൽകി. പണ്ട് രാഹുലിനെതിരെ പ്രയോഗിച്ച വിമർശനങ്ങളെ കുറിച്ച് ചോദിച്ചവരോട് ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കേണ്ട സമയത്ത് പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തുറന്നടിച്ചു. എന്നാൽ അത് പാർട്ടിയെ തകർക്കാനല്ല, മറിച്ച് തിരുത്താനായിരുന്നു എന്ന വ്യക്തമായ സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. കോൺഗ്രസിന് ഒരു ചുക്കും സംഭവിക്കില്ല എന്ന മുരളീധരന്റെ വാക്കുകൾ അണികൾക്ക് നൽകുന്ന ആവേശം ചെറുതൊന്നുമല്ല. ഇതിനിടയിലാണ് അറസ്റ്റ് നടന്ന സ്ഥലത്ത് പൊതിച്ചോറ് വിതരണവുമായി CPM യുവജന വിഭാഗം എത്തിയത്. ഈ തക്കം പാർത്തിരിക്കലും രാഷ്ട്രീയ മുതലെടുപ്പിന് മുരളീധരൻ കൃത്യമായ മറുപടിയും നൽകുന്നുണ്ട്. അറസ്റ്റ് കൊണ്ടോ പരിഹാസം കൊണ്ടോ കോൺഗ്രസിനെ തളർത്താമെന്ന് ആരും മോഹിക്കേണ്ടതില്ലെന്നും ചോദ്യങ്ങളുമായി വരുന്ന മാധ്യമപ്പടക്ക് മറുപടി പൊളിച്ചു കയ്യിൽ കൊടുക്കുമെന്നും അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് അർദ്ധരാത്രി നാടകീയമായി തുടങ്ങിയ അറസ്റ്റ് നടപടികൾ പത്തനംതിട്ട AR ക്യാമ്പിലെ ചോദ്യം ചെയ്യലിന് ശേഷം വൈദ്യ പരിശോധനയിലേക്ക് എത്തുമ്പോഴും കോൺഗ്രസ് ഈ പോരാട്ടത്തിൽ ഒറ്റക്കെട്ടാണെന്ന പ്രഖ്യാപനമാണ് മുരളീധരന്റെ വാക്കുകളിൽ മുഴങ്ങുന്നത്. എതിരാളികളുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് രാഹുലിനെ പ്രതിരോധിച്ചും പാർട്ടിയെ കാത്തു സൂക്ഷിച്ചും മുരളീധരൻ കളം നിറയുകയാണ്. എന്തായാലും ആ രംഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞങ്ങൾക്ക് അന്വേഷിക്കേണ്ട ബാധ്യതയില്ല. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിച്ചുകൊണ്ടാണ് പാർട്ടി അദ്ദേഹത്തിനെ പുറത്താക്കിയത്. അപ്പോൾ അതിനുശേഷം നടക്കുന്ന ഒരു കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. ഒരു MLA ആണ്, തുടർച്ചയായി ഇങ്ങനെ സ്ത്രീ പീഡന കേസുകളിൽ പ്രതിയാവുകയാണ്. അപ്പോൾ ഒരു കോൺഗ്രസ്സുകാരൻ നിലയിലല്ല, അല്ലാതെ ഒരു ക്രിമിനൽ ഇങ്ങനെ നിൽക്കുന്നതും ആ ഒരു അറസ്റ്റിലാവുന്നതും ഒക്കെ പ്രതികരിക്കേണ്ടതല്ലേ? അല്ല, അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റ് കണ്ടുകൊണ്ടാണല്ലോ ഞങ്ങൾ പുറത്താക്കിയത്. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കേണ്ട ആവശ്യം എന്താ? പണ്ട് വടക്കമ്പാട്ടിൽ പറഞ്ഞ പോലെ ഒതേനൻ ചാടാത്ത മതിലില്ല എന്ന് പറഞ്ഞ പോലെ ഇനി എവിടെയൊക്കെ ചാടിയാൽ ഞങ്ങൾക്കെന്താ ഉത്തരവാദിത്വം? ഞങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്തു. ഞങ്ങൾ അദ്ദേഹത്തിനെ പുറത്താക്കി. ഞങ്ങളുടെ കൂട്ടത്തിൽ നിർത്താൻ വളരെതാത്ത ഒരാളാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പാർട്ടി ആക്ഷൻ എടുത്തത്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചർച്ചയുടെ ആവശ്യമില്ല. ഇനി ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ സർക്കാരും പോലീസും സ്വീകരിക്കട്ടെ. തീർച്ചയായിട്ടും അതൊക്കെ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾ ഒരിക്കലും തെറ്റ് ന്യായീകരിക്കില്ല. തെറ്റ് കണ്ടാൽ ആ തെറ്റ് ചെയ്ത വ്യക്തിയെ ശിക്ഷിക്കും. അതാണ് പാർട്ടി നയം. അല്ലാതെ ഞങ്ങളുടെ പാർട്ടി ചെയ്താലൊക്കെ ശരി, മറ്റു പാർട്ടിക്കാർ ചെയ്തൊക്കെ തെറ്റ് എന്ന് പറയുന്ന സംസ്കാരം കോൺഗ്രസിനില്ല. ഞങ്ങൾ സ്വർണം കട്ടവരെയും സ്ത്രീലമ്പടന്മാരെയും ഒന്നും ഞങ്ങൾ ഒരു കാലത്തും പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല.